ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് ഡൽഹിയിലെ ചെങ്കോട്ട. അവിടെയാണ് ഇന്ന് പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതും രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതും. നമുക്ക് കാണാം ചെങ്കോട്ടയെക്കുറിച്ചുള്ള ഒരു പാക്കേജ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ചെങ്കോട്ട എന്ന റെഡ് ഫോർട്ട്. ചെങ്കോട്ടയുടെ ചരിത്രപരമായ പ്രാധാന്യം തന്നെയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തുടക്കമിടുന്നതിനായി ചെങ്കോട്ട തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. കൊളോണിയൽ കിരാതവാഴ്ചയിൽ നിന്നും 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിനം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ചെങ്കോട്ടയിൽ നിന്നാണ്. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ മേൽനോട്ടത്തിലായിരുന്നു അധികാര കൈമാറ്റം. അങ്ങനെ ചെങ്കോട്ടയുടെ ലാഹോറി ഗേറ്റിന് മുകളിൽ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തീർന്ന ജവഹർലാൽ നെഹ്റു ആണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷം എന്ന ആശയത്തിനും തുടക്കമിട്ടത്. പിന്നീട് വന്ന മറ്റു ഭരണാധികാരികളും അത് തുടർന്നു. ഓരോ കാലത്തേക്കാളും മികച്ചതായി ഇന്നും ചെങ്കോട്ടയിൽ നിന്നുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. കൂടാതെ ചെങ്കോട്ടയുടെ ആഡംബരം നിറഞ്ഞ രൂപവും ആകർഷകമായ നിർമ്മിതിയും ചെങ്കല്ലിൽ പണികഴിപ്പിച്ച ചുവരുകളും ചേരുമ്പോൾ ഇതിനേക്കാൾ യോജിച്ച മറ്റൊരിടം ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ സ്വാതന്ത്ര്യദിനത്തിന് തിരഞ്ഞെടുക്കുവാനില്ല. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച ചെങ്കോട്ട നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ഇന്നും തലയുയർത്തി നിൽക്കുന്ന സ്മാരകമാണ്. കില-ഇ മൂവല്ല എന്നാണ് ഉറുദു ഭാഷയിൽ ഷാജഹാൻ ഇതിനു പേരിട്ടത്. ലാൽ കില എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചുവന്ന കല്ലിൽ നിർമ്മിച്ചതിനാലാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. മുഗൾ ഭരണകാലത്തെ നിർമ്മാണ രീതികളും വാസ്തുഭംഗിയുമെല്ലാം കൃത്യമായി സന്നിവേശിപ്പിച്ച നിർമ്മാണ രീതിയാണ് ചെങ്കോട്ടയുടേത്. മുഗൾ തലസ്ഥാനമായി നിർമ്മിച്ച ഈ കോട്ട ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ചെങ്കോട്ടയുടെ കിഴക്ക് വശത്ത് യമുന നദിയാണ്. പടിഞ്ഞാറു ഭാഗത്ത് ലാഹോറി ഗേറ്റ്, തെക്കുഭാഗത്ത് ഡൽഹി ഗേറ്റ് എന്നീ 2 പ്രധാന പ്രവേശന കവാടങ്ങൾ കോട്ടയ്ക്കുണ്ട്. ഇതുകൂടാതെ ഉദ്യാനങ്ങൾ, നീർച്ചാലുകൾ, കവാടങ്ങൾ, ചെറിയ വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ചെങ്കോട്ടയുടെ ആകർഷണങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചെങ്കോട്ടയുടെ ഭംഗിക്കും രൂപത്തിനും ഒരു മാറ്റവും വന്നില്ല എന്നത് അക്കാലത്തെ നിർമ്മാണത്തിൻ്റെ മേന്മയാണ് സൂചിപ്പിക്കുന്നത്. കാലങ്ങൾ കടന്നും ഓരോ സ്വാതന്ത്ര്യ ദിനത്തെയും വരവേൽക്കാൻ ചെങ്കോട്ട നിലകൊള്ളുന്നു, ഭാരതത്തിൻ്റെ അടയാളമായി. ന്യൂസ് ഡെസ്ക്, ജനം.